ചരിത്ര പ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേളയ്ക്ക് ഇതാ തുടക്കമാകുന്നു. ജലഘോഷയാത്രയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ജയലക്ഷ്മി, ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും അഭിലാലും കണ്ണനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ജയലക്ഷ്മി ആരംഭിച്ചോ? ദിവേഷ്, ഇപ്പൊ കാണുന്ന കാഴ്ച ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ജലരാജാക്കന്മാർ എത്തുന്ന കാഴ്ചയാണ്. അതിമനോഹരമായി അലങ്കരിച്ച ഈ പള്ളിയോടങ്ങളുടെ ഈ പമ്പയാറ്റിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, അത് ഭക്തിയും ആവേശവും ഒക്കെ ചേർന്നതാണ്. ഇവിടെ ഈ വെയിലൊന്നും ആളുകൾക്കൊന്നും ഒരു പ്രശ്നമേ അല്ല. ഈ തുഴയെറിയുന്ന ഓരോ ആളുകളും ആ വഞ്ചിപ്പാട്ടിന്റെ താളത്തോടെ ആസ്വദിച്ച് ഹരിനാമ ജപം ചൊല്ലിക്കൊണ്ടാണ് ഇവർ ഈ തുഴയെറിയുന്നത്. ദിവേഷ്, ഈ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് തോന്നുന്നു. കാരണം ഓരോ പള്ളിയോടങ്ങളും അതിമനോഹരമായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ വള്ളങ്ങൾ ഓരോന്നും, ഈ പള്ളിയോടങ്ങൾ ഓരോന്നും ഇങ്ങനെ നിരന്ന് നിൽക്കും. ബാച്ചുകളായിട്ട് ഓരോ ബാച്ചുകളിലെ വള്ളങ്ങളാണ് ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഈ ജലഘോഷയാത്ര പൂർണ്ണമായതിനു ശേഷമായിരിക്കും മത്സരങ്ങൾ തുടങ്ങുക. ഈ കരയുടെ പമ്പയാറിന്റെ തീരത്ത് ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഇത് കാണാൻ, ഈ കാഴ്ച കാണാൻ. അവർ ഈ വെയിലിനെ ഒക്കെ മറികടന്നുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ആവേശത്തോടെയാണ് ഈ തുഴയെറിയുന്നത് കാണുന്നത്. കഠിനമായ ചൂടാണ് ഇവിടെ, പക്ഷെ അതിനൊന്നും ഗൗനിക്കാതെ, അതൊന്നും വകവെക്കാതെയാണ് ഈ ജലരാജാക്കന്മാരുടെ ആ ഒരു വരവ് കാണാനായിട്ട് ഈ ആളുകൾ ഇവിടെ നിൽക്കുന്നത് ദിവേഷ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ഭക്തിയും ആവേശവും ഒക്കെ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആറന്മുള പള്ളിയോടങ്ങളുടെ ആ ഒരു ഭംഗി, അഴക്, അത് പറഞ്ഞറിയിക്കാനാവില്ല. അത്രമാത്രം മനോഹരമാണ് അത്. ആ ഒരു താളത്തിൽ ആ വള്ളം അങ്ങനെ, ആ പള്ളിയോടങ്ങൾ അങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു അഴക് തന്നെയാണ്. അപ്പോൾ ഇതിൽ പാർത്ഥസാരഥിയുടെ സാന്നിധ്യമുണ്ട് എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തി സാന്ദ്രമായിട്ടാണ് ഈ ഓരോ പള്ളിയോടങ്ങളിലെയും തുഴക്കാർ ഈ തുഴ എറിയുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് ഈ വള്ളങ്ങൾ ഓരോന്നും വന്ന് നിൽക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ജലഘോഷയാത്രയ്ക്ക് ശേഷമായിരിക്കും ദിവേഷ് ഈ മത്സരം തുടങ്ങുക. അതിന് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കാണാൻ കൂടിയാണ് ഈ ആളുകളൊക്കെയും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത് ദിവേഷ്. ശരി, ജയലക്ഷ്മിയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ഘോഷയാത്രയുടെ ഭാഗമായി എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവിടുന്ന് മത്സര ഇനത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അഭിലാൽ കൂടിയാണ്. അഭിലാൽ, 2 ദിവസം മുമ്പ് 2 പള്ളിയോടങ്ങൾ അവരൊരു പരിശീലനത്തിനിടെ ഒന്ന് കോർക്കുന്നൊക്കെ കണ്ടു. വളരെ നമ്മൾ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും ചേർന്ന് തിരിയുന്നതൊക്കെ പരിചിതമല്ലാത്ത ആളുകളുടെ വയറ്റിൽ തീ ആളുന്ന കാഴ്ചയാണ്. അപ്പം അത്രയും ഒരു ഭയങ്കര റിസ്കി എലമെന്റ് കൂടിയുള്ള ഒരു വള്ളംകളി മഹോത്സവമാണ്. എങ്ങനെയാണ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്? ആവേശം അല്ലേ, അതിന് വിടാതെ ആഹ്ലാദപൂർവ്വം തന്നെയല്ലേ പരിപാടികളൊക്കെ പോകുന്നത്? ആറന്മുള വള്ളസദ്യക്ക് മുൻപ് തന്നെ തുടങ്ങിയ പരിശീലനമാണ്. കഴിഞ്ഞ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അതിതീവ്രമായ പരിശീലനമായിരുന്നു. കാലാവസ്ഥ എന്നാൽ ഇടയ്ക്ക് വലിയ മഴയെ തുടർന്ന് പരിശീലനങ്ങൾക്ക് നേരിയ തടസ്സമുണ്ടായെങ്കിൽ ഏറ്റവും അവസാന ദിവസങ്ങളിൽ അന്തരീക്ഷം ഏറ്റവും അനുകൂലമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മണിക്കൂറുകളിലെ പരിശീലനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ജലഘോഷയാത്രയിലും ഇനി വരാനിരിക്കുന്ന മത്സരത്തിലുമൊക്കെ തന്നെ പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നത്. ഓരോ ഹീറ്റ്സിലും ഏതൊക്കെ പള്ളിയോടങ്ങൾക്കാണ് പങ്കെടുക്കാൻ അവസരം, അതേ അനുവാദത്തിൽ തന്നെയാണ് ഇപ്പോൾ ജലഘോഷയാത്രയിലും വിവിധ പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് 1 കിലോമീറ്റർ 200 മീറ്റർ ദൂരം പിന്നിട്ട് പള്ളിയോടങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എല്ലാം എത്തിച്ചേർന്ന ശേഷമായിരിക്കും മത്സരത്തിന്റെ ആരംഭം കുറിക്കുക. ആദ്യം ബി ബാച്ചിലെ പള്ളിയോടങ്ങൾ 15 പള്ളിയോടങ്ങൾ മാറ്റിവെക്കും വിവിധ ഹീറ്റ്സുകളായി. അതിനുശേഷം എ ബാച്ചിലെ 35 പള്ളിയോടങ്ങൾ കൂടി മത്സരത്തിന്റെ ഭാഗമാകും. എന്തായാലും ഇരു കരകളിലും വലിയ തോതിലുള്ള ആൾക്കൂട്ടം, ആസ്വാദകരുടെ കൂട്ടം എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണൻ, തീർച്ചയായിട്ടും 41 നമ്പർ പള്ളിയോളം, ഇടനാട് പള്ളിയോളം അടക്കമുള്ള പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ ബാക്കി ഇനി 11 പള്ളിയോടങ്ങൾ കൂടിയാണ് ജലഘോഷയാത്രയിൽ പങ്കെടുത്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകേണ്ടത്. ആവേശം അലതല്ലുന്ന അണിയവും അമരവും ഒരുപോലെ വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്ന നടുഭാഗം മാത്രം വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്ന ആ പള്ളിയോടങ്ങൾ ഒരു ഗജവീരനെ എങ്ങനെയാണോ അണിയിച്ചൊരുക്കുന്നത് അതിന് സമാനമായ രീതിയിൽ അണിയിച്ചൊരുക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. ഓരോ അണിയിച്ചൊരുക്കലിന് സമ്മാനമുണ്ട്, നല്ല രീതിയിൽ പാടുന്നവർക്ക് സമ്മാനമുണ്ട്, നല്ല രീതിയിൽ തുഴയുന്ന ആൾക്കാർക്ക് സമ്മാനമുണ്ട്, ഒത്തൊരുമയോടുകൂടി പോകുന്നതിന് സമ്മാനമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആചാരവും അനുഷ്ഠാനവും ഐക്യവും എല്ലാം വിളിച്ചോതുന്ന ആ വള്ളംകളിയാണ് ആറന്മുളയിൽ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ജലഘോഷയാത്രയായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 3 വള്ളങ്ങൾ ഒരുമിച്ച് വീണ്ടും ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഫിനിഷിംഗ് പോയിന്റിൽ ഒരേ രീതിയിൽ ഒരേ താളത്തിൽ ഒരേ രീതിയിൽ തുഴയെറിഞ്ഞ് നേരത്തെ പാടിത്തുഴഞ്ഞ് ആടിത്തുഴഞ്ഞ് വരുന്ന ആൾക്കാരായിരുന്നു
അവസ്ഥയായിരുന്നു ആറന്മുളക്കാരെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇവർ കുത്തിത്തുഴയുന്ന കുട്ടനാട്ടിലെ കുത്തിത്തുഴയുന്ന രീതി പഠിച്ചു. അവർ നേരത്തെ കഴിഞ്ഞ തവണ 4.14 സെക്കൻഡിൽ 1 കിലോമീറ്ററും 200 മീറ്ററുമുള്ള ആ ട്രാക്കിലൂടെ തുഴഞ്ഞെത്തിയെങ്കിൽ ഇത്തവണ അതിനേക്കാൾ വേഗത്തിൽ തുഴഞ്ഞെത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ച. വേഗം കൊണ്ട് മാത്രം ഈ വള്ളംകളി വിജയം ആരാണെന്ന് ആകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. എല്ലാ തരത്തിലും പാട്ടും അതുപോലെ തന്നെ തുഴയും മെയ്യൊരുക്കവും അതുപോലെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഒരു വിജയെ പ്രഖ്യാപിക്കുക. ഇപ്പോൾ 3 വള്ളങ്ങൾ 42, 43, 44 നമ്പറുകളിലുള്ള എ ബാച്ചിലുള്ള വള്ളങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ജലഘോഷയാത്രയായി മുന്നോട്ട് പോവുകയാണ്. നെഹ്റു ട്രോഫിക്ക് മാസ്റ്ററിലാണെങ്കിൽ ഈ വള്ളങ്ങളുടെ അടങ്ങുക എന്ന് പറയുന്നത് ജലഘോഷയാത്രയാണ്. വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടി, ഒരു യുദ്ധത്തിന് എങ്ങനെയാണോ പോരാളികൾ ഇറങ്ങുന്നത് അതിന് സമാനമായ രീതിയിൽ അവർ ഇറങ്ങുകയാണ്. അവരുടെ കരയുടെ മാനം കാക്കാൻ ഏതുവിധേനയും ജയിച്ച് എന്ന് വെച്ചാൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് വിജയിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കരകളുടെ മാനം കാക്കാൻ വേണ്ടി പലകുറി മന്നൻ ട്രോഫിയിൽ മുത്തമിട്ട ആറന്മുള ഉത്രട്ടാതി വള്ളംകളി മന്നൻ ട്രോഫിയിൽ മുത്തമിട്ട വള്ളങ്ങളാണ്. അവയെല്ലാം തന്നെ വലിയ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇനി കുറച്ച് വള്ളങ്ങൾ മാത്രമാണ്, ഏതോ ഒരു 6-7 വള്ളങ്ങൾ മാത്രമാണ് ജലഘോഷയാത്രയെ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ആകാശ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഓരോ വള്ളങ്ങളും ഇങ്ങനെ വെള്ളത്തുള്ളികളെ തെന്നി മാറ്റിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ബീബാച്ച് വള്ളങ്ങളുടെ ഹിൽസ് മത്സരങ്ങളാണ്. ആദ്യ മത്സരത്തിൽ ആദ്യ ട്രാക്കിൽ മേപ്രം തൈമറവുംകര 1-ാം നമ്പർ വള്ളം, കോടിയാറ്റുകര 2-ാം നമ്പർ വള്ളം, ഇടപ്പാവൂർ 3-ാം നമ്പർ വള്ളം. മുതുവഴി വള്ളത്തെ കുറിച്ച് പറയുമ്പോൾ മുതുവഴി വള്ളം ജലഘോഷയാത്രയിൽ മാത്രമാണ് മത്സരിക്കുന്നത്. കാരണം അവിടെ കഴിഞ്ഞ തവണ ചെന്നിത്തലയിൽ നടന്ന ജലോത്സവത്തിൽ വള്ളം മറിയുകയും അവിടെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണു എന്ന് പറയുന്ന അവരുടെ ഒരു സഹോദരൻ മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തവണ ഒരു വള്ളങ്ങളിൽ മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് മുതുവഴി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ഹീറ്റ്സിൽ 2 വള്ളങ്ങൾ മാത്രമായിരിക്കും മത്സരിക്കുക. പുതുക്കുളങ്ങര, പൂവത്തൂർ കിഴക്ക് ഈ 2 വള്ളങ്ങൾ മാത്രമായിരിക്കും ബി ബാച്ചിന്റെ 2-ാം ഹീറ്റ്സിൽ മത്സരിക്കുക. 3-ാം ഹീറ്റ്സിൽ വാശിയേറിയ പോരാട്ടം തന്നെ നടക്കും. വൻമഴിയുണ്ട്, മംഗലമുണ്ട്, തോട്ടപ്പുഴശ്ശേരിയുണ്ട്. 4-ാം ട്രാക്കിൽ ആറാട്ടുപുഴ, എടക്കുളം, ചെന്നിത്തല, പുല്ലപ്പുറം. ചെന്നിത്തല എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകിട്ട് യാത്ര തുടങ്ങുന്ന വള്ളങ്ങളാണ്. ഇന്നലെ വൈകിട്ട് യാത്ര തുടങ്ങി തിരുവാറന്മുള അപ്പന് മുന്നിലേക്ക് ഇന്നലെ ഒരു ദിവസം രാത്രി ഉറങ്ങാതെ തുഴഞ്ഞ് തിരുവാറന്മുള അപ്പനിലേക്ക് വരുന്ന വള്ളമാണ്. ചെന്നിത്തലയിൽ നിന്ന് ആരംഭിച്ച് അച്ചൻകോവിലാറ്റിൽ നിന്ന് ആരംഭിച്ചു കുട്ടൻപേരൂർ ആറ്റിലൂടെ കടന്നു വന്ന് ജലമേളയുടെ ആഘോഷ കാഴ്ചകളാണ് കണ്ണന്താരും അഭിലാലും ജയലക്ഷ്മിയും പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ജലഘോഷയാത്ര അവസാനത്തിലേക്ക് എത്തുകയാണ്. അതിനുശേഷമാണ് മത്സര വള്ളംകളി ആരംഭിക്കുന്നത്.